ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഹരീഷ് കോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വർക്ക്ഷോപ്പിലേക്ക് വന്ന് ഹരീഷുമായി വഴക്കുണ്ടാക്കുകയാണ് നീതു. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് സുധീഷ് ചോദിക്കുന്നു, എന്താണ് ഹരീഷ്, നിങ്ങൾക്കിടയിലെ ഇത്ര വലിയ പ്രോബ്ലം? അപ്പൊ ഹരീഷ് പറയണോ, ഒന്നുമില്ല സുധീഷ് ഏട്ടാ, വണ്ടിയുടെ AC റെഡിയാക്കിയിട്ടുണ്ട്, സുധീഷ് ഏട്ടൻ വയ്ക്കോ. അപ്പൊ നീതു പറയണ, ഞാൻ പറയാം സുധീഷ് ഏട്ടാ, സുഭാഷ് ഏട്ടന്റെ എൻഗേജ്മെന്റ് മുടങ്ങിയില്ലേ, അതിന് ഞാനാണത്രേ കാരണം. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, അതിന് നീ എങ്ങനെ കാരണമാകുമെന്നാ? ഹരീഷ് ചോദിക്കുന്നു, എടി അതിന് നിന്നോട് ആരെങ്കിലും ഇപ്പൊ ചോദിച്ചോ, വേഗം പോകാൻ നോക്ക്. അപ്പൊ സുധീഷ് പറയണ, ഹരീഷ് നിർത്ത്, നാളെ എന്റെ അനിയത്തിയായിട്ട് വരേണ്ട കൊച്ചല്ലേടാ, ചോദിക്കട്ടെ. ഹരീഷ് പറയുന്നു, എന്തെങ്കിലും കാണിക്കും. അപ്പൊ സുധീഷ് പറയണ, മോളെ ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ. ഇങ്ങോട്ട് ഇരിക്കുന്നു പറഞ്ഞ് സുധീഷ് നീതുവുമായി സംസാരിക്കുകയാണ്. തുടർന്ന് നീതു പറയുന്നു, വീട്ടിലുള്ളവരെല്ലാവരും എന്നെ ടോർച്ചർ ചെയ്യുക, അടിക്കുന്നു, വഴക്ക് പറയുന്നു, ഹരീഷിനെ കാണരുത്, സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നു. ഞാൻ ദിവസവും വഴക്കിട്ടിട്ടാ ഹരീഷിനെ വന്ന് കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ. ഇനി അടി വാങ്ങാൻ വയ്യാത്തത് കൊണ്ട് ബാഗ് എടുത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. അന്ന് ഹരീഷ് എന്നെ തനിച്ചു കൂട്ടിക്കൊണ്ടുപോയി സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാതെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി. പക്ഷെ ഇനി എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. സുഭാഷ് ഏട്ടനെ ഒരു ദിവസം റോഡിൽ വെച്ച് കണ്ടു. ഞാൻ സുഭാഷ് ഏട്ടന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കണം, എനിക്കിനി എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞാലേ ഹരീഷ് എന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. അത് തെറ്റായി പോയി, ഞാൻ അല്ലാന്ന് പറയുന്നില്ല, പക്ഷെ എന്റെ സാഹചര്യം അങ്ങനെ, അതുകൊണ്ടാ സുഭാഷ് ഏട്ടനെ കണ്ട ഉടനെ എന്റെ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞത്. എനിക്ക് ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അരികിലേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നു, ഇവൾ എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ പോരെ, എന്തിന് സുഭാഷ് ഏട്ടനോട് പറയാൻ പോയി? അതുകൊണ്ടാ സുഭാഷ് ഏട്ടൻ ധൃതി പിടിച്ച് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചേ. ഒരുപക്ഷെ ആ കല്യാണം നടന്നിരുന്നെങ്കിൽ സുഭാഷ് ഏട്ടന്റെ ജീവിതം എന്താകുമായിരുന്നു? നിധു പറയണ, അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ, പറയുന്ന കേട്ടതൊന്നും സുഭാഷ് ഏട്ടനും ആ പെണ്ണുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് സുഭാഷ് ഏട്ടൻ വിഷമിക്കുകയാണെന്ന്. ഇവൻ എന്നെ അവോയ്ഡ് ചെയ്യുക, ഇതൊക്കെ ന്യായമാണോ? സുധീഷ് ഏട്ടൻ തന്നെ പറ. അവള് പറയുന്ന കേട്ടില്ലെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയണ, വീടടാ, നീതു പറയുന്നത് പോലെ ആ കല്യാണം മുടങ്ങിയില്ലേ, സുഭാഷ് ഏട്ടനിപ്പം സന്തോഷമായിട്ടിരിക്കുകയല്ലേ, പാവം ആ കുട്ടി എന്തിനാ വഴക്ക് പറയുന്നത്, നിനക്ക് അവളോട് സംസാരിച്ചാൽ എന്താ കുഴപ്പം? അപ്പൊ ഹരീഷ് പറയണ, അങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റില്ല സുധീഷ് ഏട്ടാ, നമ്മുടെ വീടിന്റെ സാഹചര്യം ഇവിടെ മനസ്സിലാക്കണം. സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിൽ നല്ലത് നടന്നാലേ എന്റെ ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റൂ. അതുകൊണ്ടാ ഞാൻ ഇവളോട് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ ഇവളപ്പം സുഭാഷ് ഏട്ടന്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ സുഭാഷ് ഏട്ടനോട് സംസാരിച്ചെന്ന് ഇവൾ എന്നോട് പറഞ്ഞില്ല, അത് ശരിയാണോ? ഇത് കേട്ട് നീതു പറയണ, ഞാൻ ചെയ്തത് തെറ്റാ, അതുകൊണ്ടല്ലേ നീ എന്നെ സെൽഫിഷ് എന്ന് വിളിച്ചത്. സുധീഷ് പറയണ, പെണ്ണുങ്ങള് തെറ്റ് സമ്മതിച്ചായിരുന്നു തന്നെ വലിയ കാര്യമാ. ഈ കുട്ടി ഞാൻ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിച്ചായിരുന്നു, ഒന്ന് ക്ഷമിക്കടാ, അവള് നിന്റെ പിന്നാലെ വരുന്നില്ലേ, അവള് പാവല്ലേ, ഒന്ന് സംസാരിക്കും. എനിക്ക് സംസാരിക്കാൻ പറ്റില്ലാതെ ഹരീഷ് പറയുമ്പോൾ നീതു പറയണ, എന്നോട് പ്രണയം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കും സുധീഷ് ഏട്ടാ, അവൻ എന്നോട് ലവ് ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പൊയ്ക്കോളാം. അപ്പൊ സുധീഷ് പറയണ, ഹരീഷിന് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, നിങ്ങൾ എങ്ങനെയാണെന്ന് ഞങ്ങളും കണ്ടോണ്ടിരിക്കുകയല്ലേ, രാത്രിയൊന്നും പകലൊന്നും നോക്കാതെ എത്ര മണിക്കൂറാണ് നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്നത്, നേരി കണ്ട് സംസാരിക്കുകയും ചെയ്യും. ലവ് ഇല്ലാതെയാണോ അവൻ നിന്നോട് സംസാരിച്ചോണ്ടിരുന്നത്? അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാ, പക്ഷെ അവന് സുഭാഷ് ഏട്ടന്റെ ജീവിതത്തെ കുറിച്ചുള്ള ടെൻഷനും ഉണ്ട്. ഇവന് വേണ്ടി സുഭാഷ് ഏട്ടൻ തന്റെ ജീവിതം നശിപ്പിക്കുമെന്ന് പേടിക്കുന്നുണ്ട്. നീ അവന് കുറച്ച് സമയം കൊടുക്ക്, അവൻ നിന്നോട് സംസാരിക്കും. അപ്പം നിധു പറയണ, എനിക്ക് ഹരീഷിനോട് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല സുധീഷ് ഏട്ടാ. അപ്പൊ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടാ, ഇവള് സംസാരിക്കുമ്പോൾ എന്റെ ടെൻഷൻ കൂടത്തേ ഉള്ളൂ, പറയുന്ന തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഇവളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇത് കേട്ട് സുധീഷ് പറയണ, നിങ്ങളുടെ വഴക്കൊക്കെ മതി, നീതു ഇങ്ങോട്ട് വന്നേ, ഹരീഷ് നിന്റെ കൈ കൊടുക്ക. എന്തിനാന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് താന്ന് പറഞ്ഞ് ഹരീഷിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് സുധീഷ്. ശേഷം സുധീഷ് പറയുന്നു, മോളെ നീതു നീ കൈ കൊടുത്താ, സുധീഷ് ഏട്ടനല്ലേ പറയുന്നേ, കൈ കൊടുത്താ. ഹരീഷിന്റെ കയ്യിലേക്ക് നീതുവിന്റെ കൈ വെച്ചു കൊടുത്തോണ്ട് സുധീഷ് പറയുന്നു, ദേ നോക്ക്, രണ്ടുപേരും വഴക്കുണ്ടാക്കാൻ പാടില്ല. അപ്പൊ ഹരീഷ് പറയണേ, അവളാ എന്നോട് വഴക്കുണ്ടാക്കുന്നത്. അപ്പൊ സുധീഷ് പറയണേ, എടാ വഴക്കുണ്ടാക്കരുതെന്ന് പറയുമ്പോൾ വീണ്ടും വഴക്കുണ്ടാക്കാൻ പോവുകയാണോ നീ? രണ്ടുപേരും സന്തോഷമായിട്ട് പ്രണയിച്ച് ഒരുമിച്ച് ജീവിക്കാൻ നോക്ക്. ദേ നോക്ക് നീതു, ഇനിയും അവൻ ദേഷ്യപ്പെടുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത്. ഹരീഷേ, ഇനി നീതു ഇങ്ങനെയൊന്നും ചെയ്യില്ല. നീതുവിനോട് ദേഷ്യപ്പെട്ട് ഫോൺ എടുക്കാതിരിക്കുകയൊന്നും ചെയ്യരുത് നീ. അവള് നിന്റെ പിന്നാലെ വരുന്നില്ലേ, അവള് പിന്നാലെ വരുന്നത് കൊണ്ട് അവളുടെ വില നീ അറിയാത്തത്. അത് സുധീഷ് ഏട്ടാന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയണ, നീ മിണ്ടരുത്, ഇനി രണ്ടുപേരും വഴക്കുണ്ടാക്കാൻ പാടില്ല. നീതു പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ ഹരീഷ് മുഖം തിരിക്കുകയാണ്. സുധീഷ് പറയുന്നു, എടാ നീ എന്തെങ്കിലും പറ. ശരി, മൗനം സമ്മതം. ഇനി രണ്ടുപേരും വഴക്കുണ്ടാക്കാതെ സന്തോഷമായിട്ടിരിക്കണം. മൂത്ത ചേട്ടനായാൽ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാ. ഈ സമയം സുധീഷിന്റെ ഫോണിലേക്ക് ഒരു കോഡ് വരികയാണ്. ഫോണിൽ നോക്കി സുധീഷ് പറയുന്നു, പിന്നെ സംസാരിക്കാം. എടാ കാറിന്റെ AC ശരിയായെന്നല്ലേ പറഞ്ഞത്, ഞാനെങ്കിൽ ഇറങ്ങട്ടെ, പോയിട്ട് വരാടാ. പോയിട്ട് വരാം മോളെ. ചന്തു, ഇവർ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കുകയാണെങ്കിൽ എന്നെ അറിയിക്കണേ. ശരി സുധീഷ് ഏട്ടാന്ന് ചന്തു പറയുമ്പോൾ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. സുധീഷിന്റെ ഫോണിലേക്ക് ഗായത്രി വിളിക്കുന്നു. ഇവളെ കൊണ്ട് വലിയ ശല്യം ആയല്ലോ എന്ന് പറഞ്ഞ് സുധീഷ് വണ്ടിയിലേക്ക് കയറാനായി തുടങ്ങുകയാണ്. ഒന്ന് ആലോചിച്ച് സുധീഷ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. പറ ഗായത്രി എന്ന് സുധീഷ് പറയുമ്പോൾ ഗായത്രി ചോദിക്കുന്നു, ഇന്നൊന്ന് കാണാൻ പറ്റുമോ? എന്താ കാര്യമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഗായത്രി പറയണ, ആദ്യം വാ, നേരി കാണുമ്പോൾ പറയാം.
ശരി വരാം, നീ ലൊക്കേഷൻ അയച്ചു തന്ന് സുധീഷ് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഗായത്രി ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ്. തുടർന്ന് ഗായത്രിയെ കാണാനായി വരികയാണ് സുധീഷ്. ഗായത്രി പറയുന്നു, ഞാൻ കുറെ നേരമായിട്ട് സുധീഷിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ തന്നെ വരാന്നല്ലേ പറഞ്ഞത്, ആ സമയം തൊട്ടേ ഞാൻ ഇവിടെ നിൽക്കുക. സുധീഷ് പറയണ സോറി, ഗായത്രി വരാൻ സമയം എടുക്കുമെന്ന് വിചാരിച്ചു. അപ്പൊ ഗായത്രി പറയണ നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയാലോ, ചുമ്മാ ഒരു കോഫി കുടിച്ചിട്ട് വരാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയ്ക്ക് പോകാം, എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ ഗായത്രി ചോദിക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, നമുക്ക് എവിടെയെങ്കിലും പോകാം. സുധീഷ് പറയണ എനിക്ക് ജോലിയുണ്ട്, ഗായത്രി വിളിച്ചപ്പോൾ എന്തോ അത്യാവശ്യമാണെന്ന് കരുതി വന്നതാ ഞാൻ. ഗായത്രി ചോദിക്കുന്നത്, സുധീഷ് എന്താ ഓരോ തവണയും ഓരോ രീതിയിൽ പെരുമാറുന്നത്, അങ്ങനെയൊന്നുമില്ലെന്ന് സുധീഷ് പറയുമ്പോൾ ഗായത്രി പറയുകയാണ്, ഫോണിൽ സംസാരിക്കുമ്പോൾ നന്നായി സംസാരിക്കും, ബസ് സ്റ്റോപ്പിൽ വെച്ചും നന്നായി സംസാരിക്കും, ഇങ്ങനെ തനിച്ച് സംസാരിക്കുമ്പോൾ വേറൊരു രീതിയിലും, അധികം പരിചയമില്ലാത്ത ആളെ കാണുന്നത് പോലെ. സുധീഷ് പറയുന്നു, ഒന്നുമില്ല, ഞാൻ പെണ്ണുങ്ങളോട് അധികം സംസാരിക്കാറില്ലായിരുന്നു, അതുകൊണ്ടാ. ഗായത്രി ചോദിക്കുന്നു, അപ്പൊ എന്നെ പുറത്ത് കൊണ്ടുപോയില്ലേ, ഇന്നെന്റെ ബർത്ത്ഡേയാ. പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കുന്നു, ഓ ബർത്ത്ഡേ ആണോ, ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഗായത്രി പറയണ, ഇന്നാണ് എന്റെ ബർത്ത്ഡേ എന്ന് നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വരുമായിരുന്നല്ലേ. ഇത് കേട്ട് ഒന്ന് ആലോചിച്ച് സുധീഷ് പറയുന്നു, അത് ശരിയാ, എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വന്നേനെ ഞാൻ. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഗായത്രി ചോദിക്കുന്നു, കൈ തന്ന വിഷയയില്ലേ, അതിലെന്താണെന്ന് പറഞ്ഞ് ഗായത്രിക്ക് കൈ കൊടുത്ത് സുധീഷ് പറയുന്നു, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഗായത്രി പറയണ, ശരി, പുറത്തു പോകാൻ പറ്റില്ല, ജോലി ഉണ്ടെന്ന് പറഞ്ഞു, എന്നെ വീട്ടിൽ കൊണ്ടുവിടുവോ. അപ്പം സുധീഷ് പറയണ, അതിനെന്താ, ഉറപ്പായിട്ടും വീട്ടിൽ കൊണ്ടുവിടാം. അങ്ങനെ ഗായത്രിയും കൂടി സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ഗായത്രി പറയുന്നു, ഇന്ന് ഈവനിങ് എന്റെ ഫ്രണ്ട്സ് എല്ലാം വീട്ടിലേക്ക് വരുന്നുണ്ട്, ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടി, സുധീഷും ആ ബർത്ത്ഡേ പാർട്ടിക്ക് വരണം. ഇന്നൊന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഗായത്രി പറയണ, അതെ, ഇന്നാണല്ലോ എന്റെ ബർത്ത്ഡേ, ചുമ്മാ വാ, കുറച്ചുനേരം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. വരത്തില്ല എന്ന് മാത്രം പറയല്ലേ സുധീഷ്, ഫ്രണ്ട്സ് എല്ലാവരും വരും. അപ്പൊ സുധീഷ് പറയണ, ശരി, ഞാൻ വരാം. ഇത് കേട്ട് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് ഗായത്രി. പുഞ്ചിരിച്ച നാണത്തോടു കൂടി ഗായത്രി ഇടയ്ക്കിടയ്ക്ക് സുധീഷിനെ നോക്കുന്നുണ്ട്. ഇത് കണ്ട് ടെൻഷനോടുകൂടി കാർ ഡ്രൈവ് ചെയ്യുകയാണ് സുധീഷ്. തുടർന്ന് ഗായത്രി പറയണ, ഞാൻ സുധീഷിനെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്, ഇതെന്താ ഒന്നും സംസാരിക്കാത്തെ. അപ്പൊ സുധീഷ് പറയണ, ഞാൻ അങ്ങനെയാ ഗായത്രി, എന്റെ വീട്ടിൽ ഞാൻ സൈലന്റ്, അതും പെണ്ണുങ്ങളോട് സംസാരിക്കാൻ എനിക്ക് മടിയാ. അപ്പൊ ഗായത്രി പറയണ, ഇന്ന് പാർട്ടിക്ക് ഒരുപാട് പെൺകുട്ടികൾ വരും, അതുകൊണ്ട് അതിനെ കുറിച്ച് ആലോചിച്ച് വരാതിരിക്കരുത്, പ്ലീസ് വരണം. ഇത് കേട്ട് സുധീഷ് പറയുന്നു, ശരി വരാം, ഉറപ്പായിട്ടും വരാം. തുടർന്ന് ഗായത്രി പറയുന്നു, ഇവിടെ വീട് ഇവിടെ നിർത്തിയാൽ മതി, ഞാൻ ഈവനിങ് സുധീഷിന് വേണ്ടി വെയിറ്റ് ചെയ്യും, ഉറപ്പായിട്ടും വരണം. വരാമെന്ന് സുധീഷ് പറയുമ്പോൾ വാ എന്ന് പറഞ്ഞ് ഗായത്രിയെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് പോകുന്ന സുധീഷ് മനസ്സിൽ പറയുകയാണ്, രക്ഷപ്പെട്ടു, എന്താ നടക്കുന്നതെന്ന് അറിയില്ലല്ലോ, ഭഗവാനെ രക്ഷിക്കണേ. തുടർന്ന് വീട്ടിലേക്ക് വരുന്ന നിധി കാണുകയാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷിനെയും നികേഷിനെയും. അവിടേക്ക് വന്ന നിധി ചോദിക്കുന്നു, എന്താ ഇവിടെ നടക്കുന്നത്. നികേഷ് നിന്നോട് ചോദിച്ചത് എന്താ നടക്കുന്നത്. അപ്പൊ നികേഷ് പറയണ, ഒന്നുമില്ല ഏട്ടത്തി, ഓൺലൈൻ ഗെയിമാ. സുധീഷ് ഇട്ടാ ഏട്ടത്തി. സുധീഷ് ചോദിക്കുന്ന, ഏട്ടത്തിയോ, ഹായ്, നിധി എപ്പോഴാ വന്നേ. അപ്പൊ നിധി പറയണ, ഞാൻ വന്നതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല അല്ലേ. അപ്പൊ സുധീഷ് പറയണ, സോറി നിധി, സീരിയസ് ആയിട്ടുള്ള ഗെയിം ആയിരുന്നു, അതാ ശ്രദ്ധിക്കാഞ്ഞ്. തുടർന്ന് നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി ഇന്ന് ഓഫീസ് എങ്ങനെയുണ്ടായിരുന്നു. പുഞ്ചിരിച്ച നിധി പറയുകയാണ്, ഇന്ന് ഓഫീസിൽ എന്താ നടന്നതെന്നറിയോ. അപ്പൊ സുധീഷ് ചോദിക്കുന്നു, നിധി ചായ വേണോ. അപ്പൊ നിധി ചോദിക്കണ, എന്താ സുധീഷ് ചായ ഇടാൻ പോവുകയാണോ, എനിക്ക് ചായ ഇട്ട് വരുമോ. അപ്പൊ സുധീഷ് പറയണ, അതല്ല, നിധി ചായ ഇടുകയാണെങ്കിൽ എനിക്കും കൂടി ചായ ഇടാൻ പറയാനായിരുന്നു. അപ്പൊ നിധി പറയണ, എനിക്ക് വേറെ ജോലിയില്ലേ, ജോലിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ ടയർഡായിട്ട് വന്നിരിക്കുക, ഇനി ഞാൻ സുധീഷിനെ ചായ ഇട്ട് തരണോ. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി ഇന്ന് ഓഫീസിൽ എന്തോ നടന്നെന്ന് പറഞ്ഞില്ലേ, അതെന്താ. നിധി പ്രസന്റേഷൻ നല്ല രീതിയിൽ ചെയ്ത കാര്യവും എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തതും എല്ലാം അവരോട് പറയുകയാണ്. സൂപ്പർ നിധി എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് സുധീഷ്. സിദ്ധാർത്ഥ് കോഫി കുടിക്കാൻ ക്ഷണിച്ച കാര്യവും നിധി പറയുന്നു. പെട്ടെന്ന് സുധീഷിന്റെ മുഖം വാടുകയാണ്. നിധി പറയുന്നു, നന്നായിട്ട് വർക്ക് ചെയ്തതിന് ബോസിന്റെ ട്രീറ്റ്. ഇത് കേട്ട് സുധീഷ് പറയണ, അവ ശരിയല്ല, നിധിക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ അറിയാം, അതുകൊണ്ട് അവന്റെ വർക്ക് ചെയ്ത് കൊടുത്തു. ഉടനെ കോഫി കുടിക്കാൻ ക്ഷണിക്കുകയാണ്. നിധി ചോദിക്കാണ്, കോഫി കുടിക്കാനല്ലേ വിളിച്ച്, അതിന് സുധീഷിന് എന്തിനാ ഇത്രയും ദേഷ്യം വരുന്നത്. സുധീഷ് ചോദിക്കാണ്, നിധിക്കൊന്നും മനസ്സിലാകുന്നില്ലേ, ആ സിദ്ധാർത്ഥന്റെ സ്വഭാവം ശരിയല്ല, ഇപ്പൊ സിദ്ധാർത്ഥനെ എന്തിനാ വഴക്ക് പറയുന്നതെന്ന് നിധി ചോദിക്കും. സുധീഷ് ചോദിക്കണ, അവനെ വഴക്ക് പറയുമ്പോൾ നിധിക്ക് എന്തിനാ ദേഷ്യം വരുന്നത്. നിധി പറയണ, സിദ്ധാർത്ഥന്റെ ബോസ് കോഫി കുടിക്കാൻ വിളിച്ചെന്ന് കരുതി മറ്റർത്ഥങ്ങളൊന്നും കണ്ടുപിടിക്കണ്ട, സുധീഷിന് കോർപ്പറേറ്റ് കൾച്ചർ ഒന്നും അറിയില്ല. ഇത് കേട്ട് നികേഷ് പറയണ, സുധീഷ് ഏട്ടന്റെ വണ്ടിയിൽ പെണ്ണുങ്ങൾ കയറുമ്പോ കാണാം ഒലിപ്പിക്കുന്നത്. സുധീഷ് പറയണ, ഒരു കോർപ്പറേറ്റ് കൾച്ചർ, അവന് അവന്റെ ഒരു ഓഫീസും അവന്റെ ഒരു ജോലി. അപ്പൊ നിധി പറയണ, എന്റെ ജോലിയെ കുറിച്ച് അനാവശ്യം പറയരുത്, ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലി അത്, ചെറിയ കമ്പനി നല്ലേ തുടങ്ങാൻ പറ്റൂ, തുടക്കത്തിൽ തന്നെ MNCയിൽ ജോലി കിട്ടത്തില്ലല്ലോ. നികേഷ് പറയണ, സുധീഷ് ഏട്ടൻ പറയുന്ന കേട്ടാത്തോന്നും സുധീഷ് ഏട്ടൻ വലിയ എന്തോ ജോലി ചെയ്യുകയാണെന്ന്, കാർ ഡ്രൈവർ ആണല്ലോ. അപ്പൊ നിധി പറയണ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, സിദ്ധാർത്ഥ ക്ഷണിച്ചപ്പോൾ കോഫി കുടിക്കാൻ പോകേണ്ടതായിരുന്നു. സുധീഷ് ചോദിക്കണ, എന്താ നിധി, എന്നെ വെറുപ്പിക്കാനാണോ. നിധിയെ മാത്രമല്ല കോഫി കുടിക്കാൻ എല്ലാവരും ക്ഷണിക്കുക, എന്നെ വിളിക്കത്തില്ലേ. എനിക്ക് എന്റെ ഗായു ഉണ്ട്, ഇന്ന് ഗായു എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചായിരുന്നു. വീട്ടിലേക്കോ, എന്തിനെന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഇന്ന് ഗായത്രിയുടെ ബർത്ത്ഡേയാ, ഒരു ചെറിയ പാർട്ടി ഉണ്ട്, അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും വരും, ഞാൻ ഉറപ്പായിട്ടും ചെല്ലണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചിരിക്കുകയാ. അവിടെ പോകാതെ ഇവിടെ ഇരുന്ന് എന്റെ സമയം വേസ്റ്റ് ചെയ്യാൻ ഞാൻ, എന്നെ പറഞ്ഞാ മതി. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നികേഷ് പറയണ, എടുത്തി ചുമ്മാ പറയുക സുധീഷിട്ട്, അങ്ങനെയൊന്നും
അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നിധി പറയണ സുധീഷ് എങ്ങനെ പോയാലും എനിക്കെന്താ ഒരു ഗായു. അങ്ങനെ നിധി അടുക്കളയിലേക്ക് പോവുകയാണ്. തുടർന്ന് 2-3 ഷർട്ടുമായി അവിടേക്ക് വന്ന സുധീഷ് ഉറക്കെ ചോദിക്കുന്നു, എടാ നികേഷ്, ഇതിൽ ഏത് ഷർട്ടാ നല്ലത്? ഇതാണോ കൊള്ളാവുന്നത് അതോ ഇതാണോ? 3 നല്ലതല്ലെന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയണ, ഇന്നെന്റെ ഗായത്രിയുടെ ബർത്ത്ഡേ ആടാ, ഒരു നല്ല ഷർട്ട് ഇട്ടുകൊണ്ട് പോയി ഗായുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കണ്ടേ? സുധീഷൻ എന്തെങ്കിലും ചെയ്യുന്ന നികേഷ് പറയുമ്പോൾ നിനക്ക് അസൂയാടാ, നിന്നോട് ചോദിച്ച എന്നെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് നിധി ഒന്ന് ശ്രദ്ധിച്ചിട്ട് സുധീഷ് റൂമിലേക്ക് പോവുകയാണ്. തുടർന്ന് നികേഷും നിധിയും ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ പാർട്ടിക്ക് പോകാനായി ഒരുങ്ങി അവിടേക്ക് വരികയാണ് സുധീഷ്. ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച് സുധീഷ് പാട്ടൊക്കെ പാടി കണ്ണാടിയുടെ മുന്നിലേക്ക് വന്ന് ഒരുങ്ങുകയാണ്. സുധീഷ് പെർഫ്യൂം അടിക്കുന്നത് കണ്ട് നികേഷ് പറയുന്നു, കൊതുകിന് മരുന്നടിക്കുന്നത് പോലെ ഇങ്ങനെ പെർഫ്യൂം അടിക്കാതെ സുധീഷേട്ടാ, പെർഫ്യൂം ഒക്കെ അടിക്കുമ്പോഴാടാ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമെന്ന് സുധീഷ് പറയുമ്പോൾ സുധീഷേട്ടാ ഏട്ടത്തി വോമിറ്റ് ചെയ്യും. അപ്പൊ നിധി ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയണ, ഞാൻ പെണ്ണുങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞേ, നിധിയുടെ കാര്യമല്ലല്ലോ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നിധി പറയണ, ഈ ചൂട് ചായ മുഖത്തെ കുടിക്കും, ചുമ്മാ പറഞ്ഞല്ലേന്ന് സുധീഷ് പറയുമ്പോൾ നികേഷ് പറയണ, ദേ ഇവിടെ സുധീഷിനുള്ള ചായ ഇരിപ്പുണ്ട്, എടുത്തു കുടിക്ക്. അപ്പൊ സുധീഷ് പറയണ, ഈ ചായ ഒക്കെ ആർക്ക് വേണം? ഞാൻ പോയി ബർത്ത്ഡേ കേക്ക് കഴിക്കട്ടെ, അവിടെ എന്റെ ഗായു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെ പാട്ടും പാടി അവിടെ നിന്ന് പോകാനായി തുടങ്ങുന്ന സുധീഷ് തിരിഞ്ഞു നിന്ന് നിധിയോട് ചോദിക്കുന്നു, നിധിക്ക് ദേഷ്യം വരുന്നുണ്ടോ? അപ്പൊ നിധി പറയണ, എനിക്ക് എന്ത് ദേഷ്യം വരാൻ, സുധീഷ് എവിടെ വേണമെങ്കിലും പോ, ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുകയോ കഴിക്കുകയോ എന്താന്ന് വെച്ചാ ചെയ്, അതിന് എനിക്കെന്താ. അങ്ങനെ നിധി റൂമിലേക്ക് കയറി വാതില് വലിച്ചടയ്ക്കുകയാണ്. ആവശ്യമില്ലാത്ത ഓരോന്നിന് നിൽക്കുവാന്ന് പറഞ്ഞ് നികേഷ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയണ, എടാ നിന്റെ ഏട്ടത്തിക്ക് ദേഷ്യം വരുന്നത് കണ്ടില്ലേ, നിങ്ങൾ വേണ്ടാത്ത പണിക്കാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞ് നികേഷ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ബർത്ത്ഡേ പാർട്ടിക്കായി ഒരുങ്ങിയിരിക്കുകയാണ് ഗായത്രി. ഫ്രണ്ട്സ് എല്ലാവരും സന്തോഷത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഗായത്രി സുധീഷ് വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ്. ഗേറ്റിന്റെ അരികിലേക്ക് വന്ന സുധീഷ് ഗായത്രിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുന്നു, ഗായത്രി അയച്ച ലൊക്കേഷനിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്, ഏത് വീടാണെന്ന് അറിയില്ല. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി ദേ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരാന്ന് പറഞ്ഞ് ഗായത്രി പുറത്തേക്ക് ഓടി വരികയാണ്. ഹായ് സുധീഷ് വാ എന്ന് പറഞ്ഞ് സുധീഷിന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് ഗായത്രി. സുധീഷ് ടെൻഷനോടുകൂടി ചുറ്റും നോക്കുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും അവരെ നോക്കുകയാണ്. ഗായത്രി പറയുന്നു, ഇതാണ് ഞാൻ പറയാറുള്ള സുധീഷ്, എന്റെ ബോയ് ഫ്രണ്ട്. എല്ലാവരും സന്തോഷത്തോടു കൂടി സുധീഷിന്റെ അരികിലേക്ക് വന്ന് കൈ കൊടുക്കുകയാണ്. ഒരു ഫ്രണ്ട് പറയുന്നു, ബ്രോയെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഗായത്രി. ഗായത്രി പുഞ്ചിരിച്ച നാണത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, 2K കിഡ്സിന്റെ ഇടയിൽ പെട്ടെന്നാ തോന്നുന്നേ. ഒരാൾ ചോദിക്കുന്നു, ബ്രദർ എന്ത് ചെയ്യുന്നു? അപ്പൊ ഗായത്രി പറയണ, സുധീഷ് കാർ എങ്ങനെ ഓടിക്കുമെന്നറിയോ, ഭയങ്കര സ്റ്റൈലിലാ ഓടിക്കുന്നത്, അത് മാത്രല്ല നന്നായി തമാശ പറയും. സുധീഷിന്റെ കൂടെ ആണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കാം, സുധീഷിനോട് സംസാരിച്ച നമ്മുടെ എല്ലാ പ്രശ്നവും മറക്കും, അത്രയ്ക്ക് ഫണ്ണ. ഇത് കേട്ട് എല്ലാവരും ചിരിക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയാണ്, കൈവിടുന്നില്ലല്ലോ. ഗായത്രിയുടെ ഫ്രണ്ട്സ് എല്ലാവരും സുധീഷിനോട് സംസാരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നുള്ള രീതിയിലാണ് സുധീഷ് നിൽക്കുന്നത്. തുടർന്ന് ഒരു ഫ്രണ്ട് പറയുന്നു, ഗായു കേക്ക് കട്ട് ചെയ്യാം. അപ്പൊ ഗായത്രി ചോദിക്കാണ്, സുധീഷ് കേക്ക് കട്ട് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യാം. ഗായുവിന്റെ അല്ലേ ബർത്ത്ഡേ എന്ന് സുധീഷ് പറയുമ്പോൾ ഗായത്രി പറയണ, നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്താൽ മതി, കൈ വിട്ടാലല്ലേ കേക്ക് കട്ട് ചെയ്യാൻ പറ്റൂന്ന് സുധീഷ് പറയും. സുധീഷിന്റെ കയ്യിൽ നിന്നും തന്റെ കൈ എടുത്ത് കേക്ക് കട്ട് ചെയ്യുകയാണ് ഗായത്രി. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടുമ്പോൾ സുധീഷ് കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. ഗായു കേക്ക് കട്ട് ചെയ്ത് സുധീഷിനെ അരികിലേക്ക് വിളിച്ച് വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എനിക്ക് കേക്ക് തരില്ലേന്ന് ഗായത്രി ചോദിക്കുമ്പോൾ എല്ലാവരും പറയണ, ഗായുവിന് കൊടുക്ക്, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് കേക്ക് എടുത്ത് ഗായത്രിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ് സുധീഷ്. തുടർന്ന് ഫ്രണ്ട്സ് എല്ലാവരും ഗായത്രിക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. സുധീഷ് പതിയെ പിന്നോട്ടേക്ക് മാറുന്നു. അപ്പൊ ഗായത്രി പറയണ, സുധീഷ് ഇങ്ങോട്ട് വാ, എനിക്ക് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ? ഒന്ന് മുതലേ സുധീഷ് ചോദിക്കുന്നു, ഗിഫ്റ്റോ? ഫ്രണ്ട്സ് ചോദിക്കണ, എന്താ ബ്രോ ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വന്നില്ലേ? എന്താ ഗായത്രി ഇത്, നിന്റെ ബോയ് ഫ്രണ്ട് നിനക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലേ? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ ഇരിക്കുന്ന ഒരു റോസപ്പൂ എടുത്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഗായത്രിക്ക് ആ റോസപ്പൂ കൊടുക്കുകയാണ്. ഗായത്രി സന്തോഷത്തോടു കൂടി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അത് വാങ്ങുന്നു. കൈകൊട്ടി ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നു, സൂപ്പർ ബ്രോ, വേറെ ലെവലാ. അപ്പൊ ഗായത്രി പറയണ, മതി മതി, എന്റെ ആൾ എനിക്ക് റോസ് തരുമ്പോൾ നിങ്ങൾ എല്ലാവരും കളിയാക്കുകയാണോ? സുധീഷ് മനസ്സിൽ പറയണ, എന്റെ ആളോ? സുധീഷ് ഇത് ശരിയാകില്ല. അവരെല്ലാവരും കൂടി ചേർന്ന് നിന്ന് സെൽഫി എടുക്കുകയാണ്. ഗായത്രി സുധീഷിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് തോളിലേക്ക് ചായുന്നു. സുധീഷ് ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ ഫ്രണ്ട്സ് പറയുന്നു, ചിരിക്കും ബ്രോ. സുധീഷ് ചിരിച്ചുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. തുടർന്ന് ഗായത്രി ഫ്രണ്ട്സുമായി സംസാരിക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയണം, രക്ഷപ്പെട്ടു, കയ്യൊന്നും വിടത്തില്ലായിരുന്നു. ഗായത്രിയുടെ ബോയ് ഫ്രണ്ട്സ് അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു, ബ്രോ ബിയർ അടിച്ചാലോ? സുധീഷ് ചോദിക്കുന്നു, എന്താടേ ഇത്, ബർത്ത്ഡേ പാർട്ടിക്ക് വന്നിട്ട് ബിയർ അടിക്കുന്നു, സ്നാക്സ് ഒക്കെ അല്ലേ കൊടുക്കേണ്ടത്? അപ്പൊ ഒരാൾ പറയണ, എന്താ ബ്രോ 90s കിഡ്സ് ആയിട്ട് തന്നെ ഇരിക്കുകയാണോ? ബർത്ത്ഡേ പാർട്ടിക്ക് വന്നിട്ട് സ്നാക്സ് ആണോ കഴിക്കേണ്ടത്? കുടിക്ക്. അപ്പൊ സുധീഷ് പറയണ, എനിക്ക് വേണ്ട, നിങ്ങൾ കുടിച്ചോ, നിങ്ങൾക്കൊക്കെ എത്രയും പ്രായമായി? അവർ 21 എന്ന് പറയുമ്പോൾ സുധീഷ് മനസ്സിൽ പറയണ, 21 മൊട്ടയെന്ന് വരിങ്ങിട്ടില്ല, അതിനുമ്പേ കയ്യിൽ ബിയർ ബോട്ടിൽ. ഗായത്രി സുധീഷിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയണ, ഇവളൊരുത്തി ഒട്ടിയെ നിൽക്കും. ഒരു ഫ്രണ്ട് ചോദിക്കുന്നു, നിങ്ങൾ ആരാ ആദ്യം പ്രണയം പറഞ്ഞേ? അപ്പൊ ഗായത്രി പറയണ, ഞാനാ പറഞ്ഞേ. സുധീഷ് ഉടനെ സമ്മതിച്ചു. സുധീഷ് മനസ്സിൽ പറയണ, സമ്മതിച്ചെന്നോ? ഇതെപ്പോ നടന്നു? ഇവിടെ തന്നെ എല്ലാം അങ്ങ് തീരുമാനിക്കുകയാണല്ലോ. ഗായത്രി പറയണ, ഞാൻ സുധീഷിന്റെ കസ്റ്റമർ ആയിട്ട് സുധീഷിന്റെ വണ്ടിയിൽ കയറി, ഞാൻ എന്റെ ഫോൺ മറന്നു വെച്ചുപോയി. സുധീഷ് എനിക്കിത് കൊണ്ടു തന്നു. കാറിലിരുന്നപ്പോഴൊക്കെ എന്നോട് നല്ല സന്തോഷമായിട്ട് സംസാരിച്ചു. ഞാൻ പോയെന്ന് കരുതിയ
ഫോൺ തിരിച്ചു കൊണ്ട് തന്നില്ലേ? അപ്പൊ തന്നെ എനിക്ക് സുധീഷിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. സുധീഷ് മനസ്സിൽ പറയണേ ഇതൊക്കെ ഞാൻ ചെയ്തായിരുന്നു. എപ്പോ എവിടെ? പിന്നെ സുധീഷിന്റെ അനിയൻ വഴിയാണ് ഞാൻ സുധീഷിനോട് സംസാരിക്കാൻ തുടങ്ങി. രാവിലെ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ സുധീഷ് വരും. ഫാമിലി മെമ്പേഴ്സ് ഒക്കെ അവിടെ കാണും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ എന്റെ അടുത്ത് വന്ന് സംസാരിക്കും. നല്ല കെയറിങ്ങാ. കഴിച്ചോ ഉറങ്ങിയോ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ എപ്പോ വിളിച്ചാലും ഫോൺ എടുക്കും. എത്ര നേരം സംസാരിച്ചാലും കേട്ടുകൊണ്ടിരിക്കും. ഇത് കേട്ട് സുധീഷ് മനസ്സിൽ പറയാണ് നിധിയെ കാണിക്കാൻ വേണ്ടി ചെയ്തതാ. അവളിപ്പം പ്രേമാണെന്ന് പറഞ്ഞ് നടക്കുന്നു. തുടർന്ന് സുധീഷ് പതിയെ ഗായത്രിയോട് ചോദിക്കുന്നു എന്റെ കൈ വിടുവോ? ഇല്ലാന്ന് ഗായത്രി പറയുമ്പോൾ സുധീഷ് പറയണ എനിക്ക് വാഷ്റൂമിലേക്ക് ഒന്ന് പോണമായിരുന്നു. കൈവിട്. ശരിയെന്ന് പറഞ്ഞ് ഗായത്രി കൈ എടുക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന പറഞ്ഞ് സുധീഷ് പതിയെ അവിടെ നിന്ന് പോവുകയാണ്. ഗേറ്റിന് പുറത്തേക്ക് വന്ന സുധീഷ് മനസ്സിൽ പറയണ എന്താ ഇങ്ങനെ ലവ് പ്രേമം എന്റെ ആള് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലാണെന്നൊക്കെ പറയുന്നു. ഇപ്പൊ എന്താ ചെയ്യുക? ഈ സമയം ഗായത്രി സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. കോള് കണ്ട് സുധീഷ് പറയണ ഇവളാണല്ലോ വിളിക്കുന്നത്. സുധീഷ് രക്ഷപ്പെട്ടോ. അങ്ങനെ സുധീഷ് ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. ഗായത്രി ഫോണും പിടിച്ച് ടെൻഷനോടുകൂടി നിൽക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്